എൻ്റെ പേര് ശശിധരൻ വൈദ്യൻ. ശശിധരൻ ആശാലെന്നും പറയും. ഒരാദം കളിയൊക്കെയുള്ളതാണ്. എളിമയിൽ ഞാൻ വെറും ഒരു ശശിധരനാണ്. ഞാൻ ശുദ്ധവൈദ്യത്തിലെ മഹാമുനി ഗുരുനാഥനായ അഗസ്ത്യരെക്കുറിച്ചുള്ള കാര്യവും അഗസ്ത്യ മഹർഷിക്ക് 18 ശിഷ്യന്മാരും ഉള്ളതും ഭാരതത്തിലെ ഈ മഹാമുനി പരിശീലിച്ച ശിഷ്യന്മാരുടെ പേരുകളും അവരുടെ തൊഴിലുകളെല്ലാം ഈ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 18 ശിഷ്യന്മാരുടെ ആദ്യത്തെ ആളാണ് അർളാന ശക്തമുനി, നന്ദി, ഓഹൻ, അൻഭാഗം, പാശമുനി. പാശമുനി എന്ന് പറഞ്ഞാൽ കയറ് രൂപകൽപ്പന ചെയ്തെടുത്ത ആളാണ് പാശമുനി. പുണ്ണാക്കീശൻ എന്ന് പറയുന്നത് അത് ചെക്കാലയാണ്. അതായത് കൈപ്പള്ളിമാരെന്നും അവരെ പറയും. അതായത് എണ്ണയാട്ടി എടുക്കുന്നവരാണ്. അതായത് തേങ്ങയിൽ നിന്നും ഈ ക്രാസ്റ്റായിൽ എന്ന് പറയുന്ന ആവണക്കിളിൻ്റെ കുരുവിൽ നിന്നും വേപ്പിൻ കുരുവിൽ നിന്നും ഇലുപ്പ കായിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഇങ്ങനെയുള്ള മരവട്ടിയിൽ നിന്നും പുന്നമരത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ രൂപകൽപ്പന ചെയ്ത് എണ്ണയാട്ടിയെടുത്ത ആളാണ് ഈ പുണ്ണാക്കീശൻ. ആ പുണ്ണാക്കീശനുകൾ എന്ന് പറഞ്ഞാൽ ഉലഹമതിൽ പെരിയവളാം മതകരിയിൽ വലിത്തിഴത്ത് മലത്തി മുന്നിൽ കിടത്തി കല്ലാശാരി. മതകരി എന്ന് പറഞ്ഞ കല്ലാണ്. അവളുടെ അരവേലെ കുഴികുഴിത്ത് ഈ സാധനങ്ങളൊക്കെ അരിട്ടിട്ട് അരകരോയം ചാട്ടി അവളുടെ അരവലത് ഉഴചെറുത്. അപ്പോൾ ഒരു ഒരലെന്ന് പറയുന്ന ആട്ടുകല്ലിൽ ആദ്യം എണ്ണ ശിഷ്യരാക്കിയിട്ട് അഗസ്ത്യർ രൂപകൽപ്പന ചെയ്തെടുത്തത്. പിന്നീടാണ് ചെക്കൊക്കെ ഉണ്ടായത്. പക്ഷേ ഇന്ന് ചെക്കൊന്നുമല്ല, ചെക്കൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ എല്ലാം മില്ലിലാണ്. അങ്ങനെ ആദ്യം എണ്ണ ഇറക്കുന്നത് 10-15 ആഴ്ച എണ്ണകൾ രൂപകൽപ്പന ചെയ്തെടുത്തതാണ് പുണ്ണാക്കീശൻ. നന്ദിവാസങ്ങളൊക്കെ രഞ്ജിത്തൻ ബ്രഹ്മി രോമർഷി കോരക്കണ്ട നലമാന കരൂര ക്ഷൗരം ചെയ്താൽ ആനതിനാൽ ചാതി കൂടി മകനാമ്പിക്ക്. കരുവാരെന്ന് പറയുന്ന മഹർഷിയാണ് ശുരകൻ. അങ്ങനെ ഈ മനുഷ്യനെ വൃതനാക്കിയതാണ്. നല്ല മീശിയും തലമുടിയൊക്കെ വെട്ടിയെടുത്ത് നല്ല കുട്ടപ്പനാക്കി വിട്ടതല്ല കരുവാരെന്ന് പറയാം. അലക്കണ്ണർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അവരെ പട്ടാളി മക്കളെന്ന് പറയും. അരക്കുകാരാണ്. അവരിപ്പോൾ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട് പട്ടാളി മക്കളിൽ. അവർ ചൂടുവെള്ളത്തിൽ വസ്ത്രം മുക്കി ഉണക്കി അത് രോഗബാധ മാറ്റാനെടുത്ത ആളാണ് അലക്കണ്ണർ. അത് അണ്ണനാണ്. കന്നിജിത്തൻ, ബ്രഹ്മമുനി, രോമർഷി, കോരക്കൻ്റെ ഇതുപോലെ മുൻമരാണ്. അപ്പോൾ ഇതുപോലെ കരൂരാണ് ഈ തൊഴിൽ. ഇടയ്ക്കാട്ടൻ ആട് മേച്ച് കഴിയുമ്പോൾ മൃഗങ്ങളൊക്കെ അതിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വടി വെട്ടിയെടുത്ത് ഇവർ ചിരവം ബെല്ലടിക്കുക. ചിരവം എന്ന് പറഞ്ഞാൽ വടിപ്പയറ്റെന്നും പറയും, നെടുവടി പയറ്റെന്നും പറയും. പിൽക്കാലത്ത് മറവിൻ വീച്ചെന്നും മറവഴിയെന്നും നെടിയലമ്പെന്നും ഒക്കെ പറയുന്നതാണ്. അതെല്ലാം ഇടയ്ക്കാട്ടലാണ് ഇതിൻ്റെ ആൾ. ചാവമുറും മച്ചമുനി കടൽ മത്സ്യം പിടിപ്പതില്ല അവൻ കുല മുക്കുവനാക്കുക. അഗസ്ത്യർ മീൻ പിടിപ്പിച്ചവനെ മുക്കുവനാക്കി. ക്രിസ്തു മതത്തിൽ മീൻ പിടിച്ചവനെ ക്രിസ്തു മുക്കുവനാക്കി എന്നൊക്കെ പറയും. അത് ആദ്യ യുഗങ്ങളിൽ തന്നെ അഗസ്ത്യരാണ് ഉണ്ടായത്. അഗസ്ത്യർ അതിന് മച്ചമുനി എന്നാണ് പറയുന്നത്. അതായത് മലയാളത്തിൻ്റെ അമ്മയാണ് തമിഴ്. തമിഴിൽ നിന്നും പിരിഞ്ഞതാണ് മലയാളം. മലയാള വാക്കിൽ സംസ്കൃതമായ ദേവഭാഷയും കൂടെ കലർന്നതാണ് മലയാളം. അപ്പോൾ മലയാള വാക്കുകൾക്ക് ഒരുപാട് വ്യാകരണങ്ങൾ അഗസ്ത്യർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഗസ്ത്യർ സ്വർണ്ണപ്പണി ചെയ്താണ് തട്ടാനാക്കി. ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലൊക്കെ കുട്ടന്നവരെ വാത്തിയാക്കി ഇങ്ങനെ 18 ശിഷ്യന്മാരെയും 18 തൊഴിൽ പഠിപ്പിച്ചു. അതായത് പർവ്വതത്തിനെ പൊളിച്ച് അതിൽ നിന്നുമാണ് ഇരുമ്പ് രൂപകൽപ്പന ചെയ്തെടുത്തത്. അത് അഗസ്ത്യരെ ഒരു ശിഷ്യൻ അങ്ങനെ ആണ് അവരെയാണ് കൊല്ലൻ. ഇരുമ്പ് പണിക്കാരല്ല. മരപ്പണി ചെയ്തവനെ ആശാരാക്കി തിരിച്ചിതുപോലെ ഓരോരുത്തർക്കും ഓരോ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഈ 18 ശിഷ്യന്മാർക്കും 18 തൊഴിലും നൽകി 18 രീതിയിലുള്ള മുറകൾ. ചെമ്പ് നമ്മളിന്ന് പാപ്പർ എന്ന് പറയുന്ന ചെമ്പ് അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. വേർതിരിച്ചെടുക്കുന്നതാണ് ചാതിലിംഗം എന്ന് പറഞ്ഞൊരു ഭയങ്കര വ്യവസായ മരുന്നാണ്. അത് അഗസ്ത്യർ ചെമ്പിൽ നിന്നും വേർതിരിച്ചെടുത്തതാണ്. അതുമായിട്ട് ഇരുമ്പിനെ അതിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത് അഗസ്ത്യരെടുത്തതാണ് അന്നവേദി. അത് വടക്കൻ കേരളത്തിൽ അന്നവേദി എന്ന് പറയുന്നത് അറിയില്ല, അന്നദാദി എന്നാണ് പറയുന്നത്. അത് നല്ല മുത്തുപോലെ ഇരിക്കുക ശരിയാണ്. പക്ഷേ വെള്ളത്തിൽ വീഴുന്ന എല്ലാം അഴിഞ്ഞു പോകും. അത് ഭയങ്കര പവറിങ്ങുള്ള മരുന്നാണ്. ഇങ്ങനെ 18 ശിഷ്യന്മാരാണ്. ഈ 18 പേർക്കും 18 തൊഴിൽ വളർത്തിയായിട്ട് അഗസ്ത്യർ പറയുന്നത് പണ്ടുമൊഴി എൻ്റെ പഴുത്തിടാണ്. ഇത് പണ്ടുമൊഴി ഞാൻ ചെയ്തതല്ല, അവനവൻ ചെയ്താൽ 18 പിരിവാറാണ്. ഈ 18 പേരും 18 തൊഴിൽ പഠിച്ചു. അങ്ങനെ 18 പിരിഞ്ഞു. 18 പേരും പിന്നെ ഒരിടത്ത് താമസിക്കാതെ 18 ഗോത്രങ്ങളിലായിട്ട് മാറി. അങ്ങനെയാണ് ആദ്യകാലത്ത് ജാതി 18 മാറിയത്. അത് മൺഭൂമിയിൽ പെണ്ണായി ജാതി 2 എന്നാണ് അഗസ്ത്യർ പറഞ്ഞത്. ആണെന്നും പെണ്ണെന്നും 2 ജാതിയുള്ളൂ. ഈ അഗസ്ത്യർ മഹർഷി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ മഹർഷീശ്വരനാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ തിരുവിതാംകൂർ പഴയ തിരുവിതാംകൂറാണ്. ഇപ്പോഴും തിരുവനന്തപുരം ജില്ല. ഇതിൽ അഗസ്ത്യർ കുളത്താണ് അഗസ്ത്യർ വസിക്കുന്നത്. ഈ അഗസ്ത്യർ മഹർഷി പഠിപ്പിച്ച മറ്റൊരു ശിഷ്യനാണ്. ആ ശിഷ്യനെ പറയുന്നത്
വേളാർ സമുദായം എന്നും പറയും. പോഹർ മഹർഷി എന്നും പറയും. ഈ പോഹരി മഹർഷിയാണ് മണ്ണ് വെട്ടി അതിനെ രൂപകൽപ്പന ചെയ്തെടുത്ത് ചവിട്ടി മണ്ണ് ചുട്ട് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പഞ്ചപാണ്ഡവന്മാരുടെയും സരസ്വതി ദേവിയുടെയും ബ്രഹ്മാവിൻ്റെയും ഇങ്ങനെ ഭദ്രകാളിയുടെയും ആരെയൊക്കെ പ്രതിമകൾ ഉണ്ടാക്കണോ ഇതെല്ലാം ആ മണ്ണിൽ രൂപകൽപ്പന ചെയ്ത് ചുട്ടെടുത്ത് അതിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് അതിന് ഒരു ജീവനുള്ള വസ്തു പോലെ ആക്കുന്നത് അഗസ്ത്യരുടെ പ്രധാന ശിഷ്യനായ ഈ വേളാർ സമുദായം എന്ന് പറയുന്ന ആളാണ്. അതായത് പോഹരി മഹർഷിയാണ് അത്. ഈ പോഹരി മഹർഷി അനേക വിദ്യകൾ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മർമ്മശാസ്ത്രത്തിൻ്റെ ഉറവിടമൊക്കെ പോഹരി മഹർഷി. അതുപോയിട്ട് അഗസ്ത്യരുടെ മറ്റൊരു ശിഷ്യൻ കമ്മാളർ എന്ന് പറയുന്ന സമുദായമാണ്. കമ്മാളർ ചുണ്ണാമ്പ് വരെ കമ്മാള സമുദായമാണ് ഈ ചുണ്ണാമ്പ് വരെ ചെയ്യുന്നത്. ആയതിനാൽ അവൻ കുലമേ പരവനാണ്. അതായത് ചിപ്പി എന്ന് പറയുന്ന സാധനം വാങ്ങി ആ ചിപ്പിയുടെ പുറത്തിരിക്കുന്ന ആ തോലിനെയാണ് ചുട്ടെടുത്ത് അതിനെ വേവിച്ച് കുമ്മായമാക്കി കുമ്മായത്തിൽ നിന്നും അതിനെ അതായത് പിന്നെ അതിനെ ജലം ചേർത്ത് അതിനെ കുഴച്ചെടുത്ത് അങ്ങനെയാണ് ചുണ്ണാമ്പ് ഉണ്ടാക്കുന്നത്. അതെല്ലാം ആ കമ്മാള സമുദായ പരവരെന്ന് പറയും. അതുപോയിട്ട് സർപ്പങ്ങളെയൊക്കെ കൊണ്ട് തിരിഞ്ഞെടുക്കുന്ന കുറവൻ എന്ന് പറയും സർപ്പത്തിന്. അങ്ങനെ ഈ 18 ജാതികളുടെ ഇനി അഗസ്ത്യർ ഈ വിദ്യ മാത്രമല്ല, അഗസ്ത്യർ പല സ്ഫോടന വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാർക്ക്. ഇപ്പം വെടിമരുന്ന് ഈ മിന്നൽ പൊടിയെന്നും പഞ്ചവെണ്ണ ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വെടിയുപ്പും ഗന്ധവും ഒക്കെ ചേർക്കുന്ന സാധനമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ ഈ പടക്കങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പടക്കം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അഗസ്ത്യരുടേതാണ്. അതായത് ഇപ്പം അമ്പലങ്ങളിൽ നമ്മൾ കരിമരുന്ന് പ്രയോഗം കാണിക്കുമ്പോൾ ഒരു ബാണം ഇങ്ങനെ ഒരു വെടിതിയിൽ അതിൽ നിന്നും പോയിട്ട് പിന്നെ ഒരു 5-6 ആയിട്ട് തിരികെ അങ്ങനെ പല ശിഖരങ്ങളായിട്ടങ്ങ് മാറും. പല രൂപകൽപ്പനകൾ. ഇപ്പോൾ ഒരു ബാണം അഴിച്ച് ചെന്നിട്ട് മുകളിൽ ചെന്നിട്ട് അതൊരു മുത്തുകുടയും പിടിച്ച് പോകും വെടിതീർന്നിട്ട്. പിന്നെ അതൊരു ആരമായിട്ട് പോകുന്നതുണ്ട്. അതിൽ മോട്ടോർ സൈക്കിൾ പോകാം, പിന്നെ ഹെലികോപ്റ്റർ. ഇതെല്ലാ വിദ്യകളും അന്നത്തെ പഠിപ്പിച്ചിട്ടുള്ള കരിമരുന്ന് പ്രയോഗത്തിൻ്റെ എല്ലാത്തിൻ്റെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് അഗസ്ത്യ മഹർഷിയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ മിലിറ്ററി സംബന്ധമായിട്ട് ബോംബുകളും സ്ഫോടന വസ്തുക്കളും ഒക്കെ രൂപകൽപ്പന എടുത്തിട്ട് ഉപയോഗിക്കുന്നതെല്ലാം അതിൽ നിന്നുള്ള കണ്ടുപിടുത്തമാണ്. പണ്ട് ഒരു അസ്ത്രം വലിച്ചുവിടുക, അസ്ത്രം എന്ന് പറയും. ഇപ്പോൾ അതിനെ നമ്മൾ മിസൈൽ എന്ന് പറയും. പണ്ട് ഇവരിങ്ങനെ ഇതിനെയാണ് ഇപ്പം ഈ ബോംബ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിൽ ഗുണ്ട് അറിയാക്കാണ് ഗുണ്ട് അല്ലേ, അതൊക്കെ എടുത്തിങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അഗസ്ത്യരാണ്. പക്ഷേ അഗസ്ത്യർക്ക് കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല. അഗസ്ത്യ മഹർഷി കാറ്റിനാൽ പിറന്നതുവേ അഗത്തീശനുണ്ട്, വായുവിൽ നിന്ന് ജനിച്ചത് കണ്ടാണ് അഗത്തീശൻ എന്ന് അങ്ങനെ പേരുണ്ടാവാൻ കാരണം. ഇനി അഗസ്ത്യരെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ? മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് പണ്ട് ഹിമവാൻ തപസ് ചെയ്തു. ആരാ തപസ് ചെയ്ത്? ശിവനെ തപസ് ചെയ്ത് ആകാശലിനെ ഭൂലോകത്ത് കൊണ്ടുവരാൻ കരുതി തപസ് ചെയ്തു. തപസ് കാഠിന്യമായി ഒരു കാരണവശാലും അവസ്ഥയിൽ നിന്നും പിന്തിരിയില്ല, ഒരിക്കലും മാറില്ല. അപ്പോൾ ആര് പറഞ്ഞാലും ഹിമവാൻ അനുസരിക്കുക. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഹിമവാൻ ആകാശത്തോളം വളർന്നു. അപ്പോൾ ദേവന്മാർക്ക് അവിടെ ഇരുന്നപ്പോഴേ ദേവന്മാർക്ക് പ്രയാസം തോന്നി. കാരണം ഇനിയിപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിലസാൻ ഒക്കില്ലല്ലോ, അത് കണ്ട് അപ്പുറത്തോട്ടൊക്കെ പോകാൻ ഒക്കില്ല. ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നങ്ങ് പൊങ്ങിയപ്പോൾ ഇവരെല്ലാം കൂടെ ദേവകളെല്ലാം കൂടെ ശിവനോട് ചെന്ന് അഭയം പ്രാപിച്ചു. അത് പിന്നെ ഇതിൽ നിന്നും ഹിമാവനെ പിന്തിരിപ്പിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര തപസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഹിമാലയം ആർന്നു വളർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, ആകാശത്തോളം എത്തി. അപ്പോൾ ശിവൻ അഗസ്ത്യരെ വിളിച്ചു എന്നാണ് പറയുന്നത്. മുനിമാരിൽ കുക്കം കുറഞ്ഞ ആളെന്നാണ് പറയുന്നത്. അഗസ്ത്യരെ കണ്ടപ്പോൾ ഹിമവാൻ പതുക്കെ തലകുനിഞ്ഞപ്പോഴേ അഗസ്ത്യർ പറഞ്ഞു, ശരി അങ്ങനെ അങ്ങനെ നിന്നോളട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യർ വന്ന വരവോടുകൂടിയാണ് ആ ദേവമഹർഷിയാണ് ദേവലോകത്തു നിന്ന് വന്നെന്നാണ് പറയുന്നത്. അന്നാണ് അഗസ്ത്യർ കൂടെ വന്നപ്പോൾ ശിവൻ പറഞ്ഞു അവിടെ അങ്ങ് ഇരുന്നള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ അഗസ്ത്യർ തിരിച്ച് പോയതുമല്ല, തിരുവിതാംകൂറിലാണ് ഇരുന്നത് അഗസ്ത്യർ കൂടത്ത്. പക്ഷേ അതാണ് ഹിമാലയം നോക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ചരിച്ചു വിട്ടതുപോലെ ഹിമാലയത്തിൻ്റെ ഒരു വശം മറഞ്ഞു നിൽക്കുന്നതായിട്ട്. ആ ഹിമാലയത്തിൽ 5 പഞ്ചതടാകങ്ങളുണ്ട്. 5 തടാകങ്ങൾ. ഒന്ന് രാക്ഷസ തടാകം, വെള്ളമില്ലാത്തത്. അവിടെ വരാൽമീനും അരയന്നങ്ങളും താമരയുമെല്ലാം അവിടെ ഉണ്ട്. 5 പഞ്ചതടാകത്തിൽ 4 വെള്ളമുണ്ട്. പക്ഷേ മാനസരോവരം എന്ന് പറയുന്നതും ആ ഹിമാലയത്തിലാണ്. അതിന് 650 അടിയോളം 6500 അടിയോളം പൊക്കവും 6500 അടിയോളം പൊക്കവും 65,000 കിലോമീറ്റർ ദൂരവും അത് ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും ആണ്. പക്ഷേ അവിടെ ജീവവായു ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ജീവവായുവാണ് അവിടെ പോകുന്നത്. പക്ഷേ വാക്സിൻ കയറ്റിക്കൊണ്ട് പോയില്ലെങ്കിൽ അന്ന് പോകാനൊക്കില്ല. അവിടെ കുറേ ബുദ്ധസന്യാസിമാരുണ്ട്. പിന്നെ ആ ഹിമാലയത്തിൻ്റെ മറ്റൊരു വശമാണ് തിബത്ത്. അവിടെയാണ് ചൈനയിലേറ്റൊക്കെ മറ്റ് സാധനങ്ങളും ഒക്കെ അവരെ യുദ്ധസാധനങ്ങളെല്ലാം നേരെ ഇരുന്ന് അതിൻ്റെ ആ ഹിമാലയം പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു രാജാവ് ഭരിച്ചിരുന്നു. അതിനെ അങ്ങനെ വന്നിട്ട് ഇവർ തേന പിടിച്ചെടുത്തായിട്ടാണ്. അത് ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴത്തെ ലഡാക്ക് എന്ന് പറയുന്ന ദാനേന്ദ്ര മഹർഷി വേറെ ഉണ്ട്, മഹർഷിസന്മാർ പലരും ഉണ്ട്. ശ്രീരാമൻ
ദശരഥ മഹാരാജാവിൻ്റെ മകനായ ശ്രീരാമനെ ബാല്യത്തിൽ വിശ്വാമിത്ര മഹർഷി വിദ്യകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീരാമൻ ഗുരുവിനോട് പറയും, സ്വാമി നമുക്ക് അഗസ്ത്യരെ ഒന്ന് അല്ല സ്വാമി നമുക്ക് ഒരു ദിവസം അഗസ്ത്യകൂടത്തിലോട്ട് പോകണമല്ലോ, അതെന്താണ് എന്ന് ചോദിക്കും. അത് പറയും, നെയ്യ് കേരളത്തിൽ, അതായത് കേരളമെന്നല്ല തിരുവിതാംകൂറിൽ നെയ്യ് എന്നൊരു ആറുണ്ട്, നെയ്യൊഴുകുന്ന ആറ് കാണണം, നമുക്കൊന്ന് പോകണം എന്ന്. അങ്ങനെ നെയ്യ് ആറെന്ന് പറഞ്ഞാൽ ലോകത്തൊടുവില്ല, അത് നമ്മുടെ തിരുവിതാംകൂറിലാണുള്ളത് നെയ്യാറ്. അതാണ് നെയ്യാറ്റിങ്കര ആറെന്ന് പറയുന്നത്. അന്ന് അമരോട് നെയ്യാറ്റിങ്കര വന്നപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വിശ്വാമിത്ര മഹർഷിയോട്, ഒരു മഹർഷി അഗസ്തീശ്വരൻ അടുത്താണല്ലോ, മുനി അഗസ്ത്യരെ കണ്ട് വന്നിക്കാതെ പോകുന്നത് പാവമാണല്ലോ ഗുരു എന്ന് ഗുരുനാഥനോട് ശ്രീരാമൻ പറഞ്ഞായിട്ട് ചരിത്രമുണ്ട്. ഈ അഗസ്ത്യർ നൽകിയ വിദ്യകളാണ് ഈ വിദ്യ എന്തോന്ന്, നമ്മുടെ മെയ് പയറ്റ്. മെയ് എന്ന് പറഞ്ഞാൽ ശരീരം, അയ്യും മെയ്യും കൊണ്ട് ചെയ്യുന്ന മെയ് പയറ്റ്. അതിന് അഗസ്ത്യർ പറയുന്നത് പച്ച മലയാളത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന വ്യായാമം. ഇതെല്ലാം വ്യായാമമാണ്, ഇതെല്ലാം വ്യായാമങ്ങളാണ്. ഇതെന്തെല്ലാം വ്യായാമം കാണിക്കുന്നതെല്ലാം ശരീരം, അതിന് ശരീര വ്യായാമം എന്നാണ് അഗസ്ത്യർ പറയുന്നത്. പിന്നെ അഗസ്ത്യർ ഇതിനെ പറയുന്നത് ഇത് കളരിയിൽ ചെയ്യുന്ന വ്യായാമങ്ങളാണ്. ഇത് 164 പിരിഞ്ഞ് 1008 പരം ഇനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്ന ഇതിനെല്ലാം പേര് അത് നമ്മുടെ വിദേശികളുടെ വരവോടുകൂടി ഭാഷയ്ക്ക് മാറ്റമുണ്ടായി. ഇപ്പോൾ ആംഗ്ല ഭാഷ ഇംഗ്ലീഷിൽ ഇതിനെയൊക്കെ പേര് മാറ്റി. ഇപ്പോൾ ഈ നമ്മൾ പപ്പ എന്ന് പറയുന്ന അതിന് അച്ഛനെന്ന് വിളിക്കുന്നവർ, പാപ്പ എന്ന് വിളിക്കുന്നവർ, ഡാഡി എന്ന് പറയുന്നവർ ഭാഷകൾ മാറ്റി. ഇതെന്താണ് യാതാണ് എന്നൊന്നും അറിയാം. വിദ്യാഭ്യാസത്തിൽ ഉന്നതനായിരിക്കും, അവരെല്ലാം ഇതിന് രൂപകൽപ്പന ചെയ്ത് മാറ്റി, പേരുകൾ മാറ്റി, ഇതിൽ നിന്നും കിട്ടിയ കൊടിമിച്ചങ്ങളൊക്കെ എടുത്ത് ഭൂലോകം എത്തിച്ചു. പക്ഷേ നമ്മുടെ വിദ്യ നശിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായി. 25 വർഷം കൂടെ കഴിയുമ്പോൾ ഇതൊന്നും കാണില്ല. ഈ ഹരിജനങ്ങളെന്ന് പറഞ്ഞാൽ മുദ്ര കുത്തി ഇട്ടിരിക്കുന്ന എൻ്റെയും ഒരു ഗുരുനാഥന് ഹരിജനുണ്ട്. അതുകൊണ്ട് ഞാൻ വേദനയോട് പറയുകയാണ്. പിന്നെ ഹരിജൻ ഞങ്ങളുടെ കയ്യിൽ ഉള്ളതാണ് ഗുസ്തി. തലശ്ശേരിയിൽ ഗുസ്തിക്കാരുണ്ടായിരുന്നു. എവിടെയെല്ലാം അവർ ശ്രീമൂലം മഹാരാജാവിൻ്റെ കാലത്ത് പിന്നെ ആന, കടുവ, സിംഹം, കരടി ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുതിരിഞ്ഞ് അവർ സർക്കസ് കൂടാരങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പല ഗുസ്തിക്കാരുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പോളച്ചറ എന്ന് പറഞ്ഞ് പേരുകേട്ട പ്രഗത്ഭനായ തിരുവിതാംകൂറിൽ ഒരു ഗുസ്തിക്കാരുണ്ടായിരുന്നു. ഇവിടെ പലരും ഗുസ്തിക്കാരുമായി എല്ലാ സമുദായത്തിലുള്ളവരും ഈ വിദ്യകൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുസ്തിയാൽ ഇത് സർക്കസിൻ്റെ സർവ്വതും തീർന്നു. അത് പിന്നെ ജംബോ സർക്കസ്, ജമിനി സർക്കസ്, പിന്നെ വടക്കേ ഇന്ത്യയിലാണ് ഭാരത് സർക്കസ്. ഈ സർക്കസ് എല്ലാം ഇതിനെല്ലാം ഒതുക്കി കെട്ടി. കാരണം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. MA പഠിച്ചിട്ട് അമ്മയെന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ പറയുമായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വിദ്യ അറിയാതെ. എപ്പോഴും ഇവർ പ്രഗൽഭം കൊള്ളിക്കുന്ന വിദ്യ ഒരു നെറ്റ് വലിച്ചു കെട്ടി അതിനിടയിൽ കാലുകൊണ്ട് ഒരു പന്തങ്ങ് തട്ടിയിടുക, ഒരു ബോളടിക്കുക, ഇതൊക്കെയാണ് കല. പക്ഷെ ബാക്കിയുള്ള കലയില്ല. അപ്പോൾ ഗുസ്തിയും മറ്റുമെല്ലാം ഇപ്പോഴും ഈ വ്യായാമത്തിൽ കുറച്ചൊക്കെ പേരുകളെടുത്ത് മാറ്റി അതെന്ത് വിദ്യ ഞാൻ പറഞ്ഞു, അത് ഭൂലോകം എത്തിച്ചു. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, സന്യാസിമാരും യോഗീശ്വരന്മാരും ഒക്കെയാണ് ഇത്യാദി വിദ്യ അഭ്യസിക്കുന്നത്. അത് ഈ മെയ്പ്പേറ്റ്, ശരീര വ്യായാമം, കളരി വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. അവർ ഇത്യാദി പഠിച്ചത് കണ്ട് അങ്ങനെ പേര് മാറ്റി യോഗ എന്ന് പറഞ്ഞ് ഭൂലോകത്തൊക്കെ എത്തി. പക്ഷേ ഇത് നശിക്കുകയാണ്. ഇവിടെ ഈ കേരളത്തിനകത്ത് കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളീയരായ ഒരൊറ്റ പേർക്ക് ഈ സാധനം ഇന്ന പേരുകളുള്ളതാണ്, ഈ ഇന്ന വാക്കുകളുണ്ടാകുന്ന ഇവർക്ക് പറയാൻ ഇവരുടെ നാവിൽ ഉദിക്കുന്നില്ല, ഇതിൽ പറയുന്നുമില്ല. 25 വർഷങ്ങളെ കഴിഞ്ഞാൽ ഇനി ഇത് കാണില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി പിന്നെ ലോകമഹാസഭ വിളിച്ചു. ലോകമഹാസഭ, കേരള ലോകമഹാസഭ, അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഒരു സഭ വിളിച്ചു. പക്ഷേ ഇത് ഭൂലോകത്തെല്ലായിടത്തും ഈ സർക്കസും മറ്റും കാര്യങ്ങളും എല്ലാവരുടെ സർക്കസ്, ഗുസ്തി, കളരി, ഈ എന്നെല്ലാം വിദ്യകളുണ്ട്. ഇതൊക്കെ നശിച്ചു തീരുകയാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ വിദ്യകൾ അവതരിപ്പിക്കാം. ഇത് എന്തെല്ലാം ചാൻസുകളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നാശം. കാരണം കാലാവാസനല്ല, അവർക്ക് കാശ് ആൾക്കാരെ സ്വാധീനിക്കാനായിരിക്കും മറ്റും പരിപാടികളൊക്കെ ഇട്ടാണ്. ഇത് കൂടുതൽ സംസാരിക്കുന്ന അധിക പ്രസംഗമാണ്. എന്നാലും നിർത്തുന്നു. നന്ദി, നമസ്കാരം.